me2 ടിപ്സിൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ജസ്റ്റ് ഒരു സ്വിമ്മിംഗ് പൂൾ എങ്ങനെ ഉണ്ടാക്കാമെന്നാണ്. ജസ്റ്റ് ഒന്ന് വീട്ടിലൊരു സ്വിമ്മിംഗ് പൂൾ ഉണ്ടാക്കി നോക്കിയതാണ്. അപ്പോൾ അതായത് ഏകദേശം 5-6 ദിവസത്തെ പണി കൊണ്ടാണ് നമ്മൾ ഈ സ്വിമ്മിംഗ് പൂളിൻ്റെ പണി തീർത്തത്. അധികം വലുതൊന്നുമല്ല, എന്നാലും അത്യാവശ്യം വലുതാണ്. നമുക്ക് വേറെ വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ നമ്മൾ പണി തുടങ്ങുന്ന സമയം നമുക്ക് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. അപ്പം കുറച്ച് കഴിഞ്ഞ ശേഷമാണ് ഷൂട്ട് ചെയ്യാൻ കഴിഞ്ഞത്. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. അപ്പോൾ രണ്ടാമത്തെ ദിവസത്തെ ഷൂട്ടിങ്ങാണ് ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. രണ്ടാമത്തെ ദിവസമാണ് ഈ പണിയൊക്കെ എടുക്കുന്നത്. ഫസ്റ്റ് ദിവസം ചെറുങ്ങനെ തുടങ്ങിയിട്ട് മാത്രമേ ഉള്ളായിരുന്നു. രണ്ടാമത്തെ ദിവസം രാവിലെ മുതൽ ഇറങ്ങിയിട്ട് പണി തുടർന്നു. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മുടെ ജാസിലും അതുപോലെ ഇർഫാനും കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ 3-ാമത്തെ ദിവസമാണ്. ഭയങ്കര രാവിലെ മുതലേ ഇറങ്ങിയിട്ട് കഷ്ടപ്പെട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞങ്ങൾ കുഴിച്ച് തീർത്തത്. എത്രയോ മെനക്കെടലുണ്ട്. ഇത് അത്യാവശ്യം ഇവിടുത്തെ മണ്ണ് എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല ഉറപ്പുള്ള മണ്ണും ആയതുകൊണ്ട് തന്നെ കുഴിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എന്തായാലും ഞങ്ങൾ എങ്ങനെയൊക്കെ കുഴിച്ച് തീർത്തിട്ടുണ്ട്. അങ്ങനെ ഇതിപ്പോൾ 3-ാമത്തെ ദിവസത്തെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ കയറി ഇരുന്നൊക്കെ ആയിട്ട് കുഴിച്ച് തീർത്തു. അങ്ങനെ ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 3-ാമത്തെ ദിവസം ഏകദേശം വൈകുന്നേരമായ സമയത്ത് ആണ്. അങ്ങനെ ഇപ്പോൾ ജാസിലും ഇർഫാനും നല്ല രീതിയിൽ കുഴിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മളെ വർക്ക് ഇങ്ങനെ പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്, കുഴിക്കലൊക്കെ. ഇപ്പം നിങ്ങൾ കാണുന്നത് 4-ാമത്തെ ദിവസമാണ്. അപ്പോൾ ജാസിൽ ഇർഫാനും നല്ല രീതിയിൽ തന്നെ പണിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും അത്യാവശ്യം നല്ല കഷ്ടപ്പാടുണ്ട്. ഒരു കിണർ കുഴിക്കുന്ന അതേ രീതിയിൽ തന്നെ നല്ല കഷ്ടപ്പാടുണ്ട് മണ്ണിന്ന് കുഴിച്ചെടുക്കാന്ന് പറഞ്ഞാൽ. ഇപ്പോഴൊക്കെ മഴ ഇല്ലാത്ത സമയമായതുകൊണ്ട് പിന്നെ കഴിച്ചിലായി. ഇല്ലെങ്കിൽ മഴയൊക്കെ ഉള്ള സമയമാണെങ്കിൽ പിന്നെ പറയും വേണ്ട. അത്രയ്ക്ക് മണ്ണിങ്ങോട്ട് ചളിയായിട്ട് കോരിയെടുക്കാൻ അത്രയ്ക്ക് കഷ്ടപ്പാടുണ്ടായിരുന്നു. ഇപ്പോൾ ജാസിൽ ഇർഫാനൊക്കെ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. രണ്ടാളും അത്യാവശ്യം ക്ഷീണിച്ചിട്ടുണ്ട്. എന്തായാലും ജാസിൽ ക്ഷീണമൊന്നും നോക്കാതെ നല്ല രീതിയിൽ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങൾ കാണുന്നത് 4-ാമത്തെ ദിവസമാണ്. 3-ാമത്തെ ദിവസം വൈകുന്നേരം കഴിഞ്ഞ് 4-ാമത്തെ ദിവസം വീണ്ടും പണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ജാസിൽ ഇർഫാൻ ഇറങ്ങി കുഴിക്കൽ തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. 4-ാമത്തെ ദിവസവും നല്ല രീതിയിൽ തന്നെ രാവിലെ ഇറങ്ങിയിട്ട് വൈകുന്നേരം വരെ നല്ല രീതിയിൽ തന്നെ കുഴിക്കൽ ചടങ്ങൊക്കെ കഴിഞ്ഞു. അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അപ്പോൾ നമ്മളെ കുളത്തിൻ്റെ ആയം നല്ല രീതിയിൽ കൂടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കൂടിയാൽ നമുക്ക് മണ്ണൊക്കെ പുറത്തൊക്കെ എടുക്കണമെങ്കിലും ഭയങ്കര റിസ്ക്കാണ്. എന്തായാലും ഒരു നല്ല രീതിയിൽ തന്നെ കഷ്ടപ്പെട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇനിയിപ്പം മണ്ണ് കോരുകയാണ് വേണ്ടത്. അപ്പോൾ മണ്ണ് കോരാനും അത്യാവശ്യം റിസ്ക്കാണ്. കോരിയിട്ടിട്ട് അത് പുറത്തേക്ക് കൊണ്ടുവരണമെങ്കിലൊക്കെ നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. പ്രത്യേകിച്ച് ഇതിപ്പോൾ ആയം കൂടിയതുകൊണ്ട് മുളക് കയറാനും റിസ്ക്കാണ്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ സൈഡിൽ ചെറിയൊരു ഭാഗം പൊളിക്കാതെ വെച്ചിട്ടുണ്ട്. ഒരു സ്റ്റെപ്പായിട്ടെങ്കിലും ഉപയോഗിക്കാൻ, മണ്ണ് കൊണ്ടുപോകാൻ അതിലൂടെ കയറണമെങ്കിൽ എന്നുള്ള നിലക്ക് വെച്ചതാണ്. ഇങ്ങനെ ചെറിയൊരു സ്റ്റെപ്പ് വഴി നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ കഴിയും. അതിലൂടെ കയറി കൊണ്ടുപോട്ടെ. ഈ പുറത്തുനിന്ന് ഇതിൽ നിന്ന് കോരിയ മണ്ണ് തന്നെ ഒരു മല പോലെ പുറത്ത് കൂട്ടിയിട്ടായിട്ടുണ്ട്. അത്യാവശ്യം നല്ലോണം മണ്ണുണ്ട്. അപ്പോൾ ആദ്യം ഞങ്ങൾ ഈ കുളം കുഴിക്കുന്ന ചടങ്ങ് തുടങ്ങിയത് തന്നെ ചെറുങ്ങനെ കുറച്ച് മണ്ണ് ആവശ്യമുണ്ടായപ്പോൾ ഒരു സ്ഥലത്ത് കുഴിച്ചതായിരുന്നു. പിന്നെ ഏതായാലും കുളമാക്കാമെന്ന് വിചാരിച്ചു, സ്വിമ്മിംഗ് പൂൾ ആക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെയാണ് ഇതിൻ്റെ കുഴിക്കൽ ഇത്രത്തോളം പോകുന്നത്. എന്തായാലും ഇപ്പോൾ കുഴിക്കുന്ന വർക്ക് നന്നായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. എന്തായാലും ഒരു സ്വിമ്മിംഗ് പൂൾ തന്നെ ആക്കി മാറ്റാനുള്ള പൂർണ്ണ തീരുമാനം തന്നെയാണുള്ളത്. കുഴിക്കുന്നവരൊക്കെ ഇടയ്ക്ക് കുഴങ്ങുകയും പിന്നെ വെള്ളം കുടിച്ചു എങ്ങനെയൊക്കെയോ ആയിട്ട് കുഴിക്കൽ തകൃതിയായിട്ട് തന്നെ നടക്കുന്നുണ്ട്.
ഇതിപ്പം മണ്ണ് ഇളക്കി കിട്ടാൻ തന്നെ കുറേ റിസ്ക്കാണ്, കോരാനൊക്കെ അത്യാവശ്യം റിസ്ക്കാണ്. കിണർ പണി കണ്ടിട്ടുണ്ട് എന്നല്ലാതെ കുഴിച്ച് നോക്കിയത് ഇപ്പോൾ ആദ്യമായിട്ടാണ്. അതുകൊണ്ട് തന്നെ നല്ല റിസ്ക്കുള്ള പരിപാടി തന്നെയാണിത്. കിണർ കുഴിക്കുന്ന പോലെ തന്നെ മണ്ണ് കുഴിക്കുക ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല റിസ്ക്കുള്ള പരിപാടിയാണ്. പിന്നെ ഇതിൻ്റെ ഞങ്ങൾ വട്ടം അളവൊന്നും പ്രത്യേകിച്ച് വെച്ചിട്ടൊന്നുമില്ല. അങ്ങ് കുഴിച്ചിട്ട് കൃത്യമായിട്ട് വട്ടം വരയ്ക്കുക ചതുരം വരയ്ക്കുക ഒന്നും ചെയ്തില്ല. അത് കുഴിച്ച് അങ്ങനെ ഒരു വട്ടാട്ടായി. ഇതിപ്പോൾ നമ്മളെ ഇർഫാൻ അതിസാഹസികമായിട്ട് കുഴിച്ചുകൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളെ കുഴിക്കുമ്പോഴുള്ള ഓരോരോ ഫോട്ടോസാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇത് കുഴിച്ച് തീർത്തത്. ഇപ്പോൾ ക്ഷീണം കൊണ്ട് ഇർഫാൻ വെള്ളം കുടിക്കാനിരുന്നതാണ്. ഇർഫാൻ 2ാം ദിവസത്തെ നല്ല രീതിയിൽ പണിയെടുക്കുകയാണ്. ഇപ്പോൾ കുഴിക്കലൊക്കെ കഴിഞ്ഞിന് നമ്മൾ അല്പം ചാക്കും പിന്നെ പഴയ തുണികളൊക്കെ അതിൽ വിരിച്ചിട്ടുണ്ട്. അപ്പോൾ അത് വീഡിയോയിൽ ഉൾക്കൊള്ളിക്കാച്ചെന്ന് പറഞ്ഞാൽ എടുക്കാൻ വിട്ടുപോയതാണ്. പിന്നെ കുറച്ച് റിസ്ക്കും ആണല്ലോ, ഇതൊക്കെ മേടി അടിച്ച് ആണിയൊക്കെ അടിച്ച് ശീലൊക്കെ ഇടുമ്പോൾ ഒരുപാട് റിസ്ക് ഉണ്ട്. നമ്മളേതായാലും പഴയ ശീലകളും ഒക്കെ കൂടി എടുത്തിട്ട് അടി ഫുള്ള് ഏകദേശം വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ഇനി ഇതിൽ ടാർപ്പായി ഇട്ടാൽ മാത്രം മതി. കോൺക്രീറ്റ് ചെയ്താൽ അടുത്തുള്ള മരങ്ങളുടെ വേര് ഇതിലേക്ക് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് പിന്നെ കോൺക്രീറ്റ് ചെയ്യാവുന്നത്. ഇതാകുമ്പോൾ വേര് വന്നാൽ ജസ്റ്റ് ഷീറ്റിലെ വെള്ളം ഒഴിവാക്കുമ്പോൾ അതങ്ങ് പൊട്ടിച്ചിട്ടാൽ മതിയാവും. ഇനി ഷീറ്റ് വിരിച്ചിട്ടുണ്ട്. ഇപ്പോൾ ഷീറ്റ് വിരിക്കുന്നത് അങ്ങനെ ഇതിലേക്ക് ഇടുന്നത് കഴിഞ്ഞില്ല. എന്തായാലും ഷീറ്റ് ഏകദേശം വിരിച്ച് സെറ്റാക്കിയിട്ടുണ്ട്. ചെറിയൊരു സീറ്റാണ് തൽക്കാലം ഇട്ടത്. അടിയിൽ കുറച്ച് മാത്രം വെള്ളം, ഇനി കുറച്ച് കഴിഞ്ഞിട്ട് നല്ലൊരു സീറ്റ് മുകളിലേക്ക് വാങ്ങിയിടാം. ആദ്യം ഇവിടെയുള്ള ഒരു പഴയ സീറ്റ് എടുത്ത് ജസ്റ്റ് ഇട്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിനിപ്പോൾ വലിയ ആയമൊന്നുമില്ല സീറ്റ് മാത്രം നോക്കുമ്പോൾ. ഇനി നല്ല സീറ്റ് ഇടുമ്പോൾ അതിനനുസരിച്ച് ആയമൊക്കെ ഉണ്ടാവും. ഇപ്പം നമ്മൾ കുളത്തിൽ വെള്ളമൊന്നും നിറച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ പിന്നെ നിറയ്ക്കാമെന്ന് വിചാരിച്ചു, നല്ല സീറ്റൊക്കെ ഇട്ട ശേഷം. ഇപ്പോൾ തൽക്കാലത്തേക്ക് ഇങ്ങനെ ഇട്ടതാണ്, അതിന് പിന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല സബ്സ്ക്രൈബ് ചെയ്യുക. ഇതിൽ നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.